Hello guys, welcome back to another episode of Minecraft Let's Play series. അപ്പോൾ എല്ലാവർക്കും മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഒരു അയൺ ഫാം സെറ്റ് ചെയ്യാൻ പോണ ഒരു 30 വില്ലേജസ് ഉള്ള അയൺ ഫാം. അപ്പൊ നിങ്ങളേക്കും വില്ലേജ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ സെറ്റ് ചെയ്യാന്ന്. അപ്പൊ ഗൈസ് നമുക്ക് വിച്ചിന്റെ കയ്യിൽ നിന്ന് ഒരു വീക്ക്നെസ് പോഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഗോൾഡൻ ആപ്പിളും കൂടി ക്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഏതെങ്കിലും രണ്ട് സോംബി വില്ലേജസിനെ പിടിച്ചിട്ട് ക്യൂർ ചെയ്യുക. എന്നിട്ട് അതിന് ശേഷമായിട്ടുള്ള ബ്രീഡ് ചെയ്തതിനു ശേഷം നമുക്ക് ഇത് ഇങ്ങനെ ഫാം സെറ്റ് ചെയ്യാം. അപ്പൊ അധികം പറഞ്ഞ് പോരടിപ്പിക്കാൻ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. What's up guys, it's me Nishan and you're watching Nishan Plays. അങ്ങനത്തെ ഗൈസ് ഒരു 2-3 മണിക്കൂർ നമ്മൾ കാത്തിരുന്നിട്ട് ലാസ്റ്റ് 2 മറ്റേ സോംബി വില്ലേജസ് സ്പോണായി. ഞാൻ അവർ ക്യൂർ ചെയ്തെടുത്തു. പിന്നത്തെ മറ്റേ ഒരു ഇത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇതൊക്കെ റെക്കോർഡ് ചെയ്യാണല്ലോ. ഗൈസ് ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നു. അപ്പൊ എന്തായാലും ഇത് നമ്മള് 2 വില്ലേജസിനെ അതിൻ്റെ ഉള്ളിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മളെ ഒരു ഫാം ബിൽഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇത് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ സൈഡിലേക്കും ഓരോ 5 ബ്ലോക്ക് വീതം നമ്മള് 5 ബ്ലോക്ക് വീതം സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനത്തെ ഗൈസ് നമ്മൾ ആ ഒരു 5-5 പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലൊക്കെ ബെഡ് നിറച്ച് വെക്കാണ്. ഒരു 30 ബെഡ് ഇതിനുള്ളിൽ നമ്മൾ വെക്കണം ഗൈസ്. അപ്പൊ അങ്ങനെ നമ്മൾ ലാസ്റ്റ് ബെഡും വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. പിന്നെ ഗൈസ് നമ്മൾ ആ ബെഡ് വെച്ച് അവിടെ അതിന്റെ മുകളിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഓരോ 2 ലെയർ ബ്ലോക്ക് വെച്ച് കൊടുക്കുക ഫുള്ളായിട്ട്. അപ്പൊ അങ്ങനെ കഴിയുമ്പോഴത്തെ പ്ലാറ്റ്ഫോം ഇങ്ങനെ ഉണ്ടാവും കാണാനായിട്ട്. പിന്നെ ഗൈസ് നമ്മളിത് വർക്ക് സ്റ്റേഷൻസ് ഒക്കെ വെച്ച് കൊടുക്കുക. ഒരു 30 വർക്ക് സ്റ്റേഷൻ അങ്ങനെ റൗണ്ട് ആക്കി അങ്ങോട്ട് വെച്ച് കൊടുക്കുക. അപ്പൊ ഗൈസ് ഞാൻ അതിന്റെ സ്വന്തമായിട്ടുള്ള ഡിസൈനിലാണ് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായ ചെറിയ ഒരു കാണാനൊരു വൃത്തിയൊക്കെ ഉണ്ടാവും. പിന്നെ വർക്ക് സ്റ്റേഷൻ വെച്ചതിന് ശേഷം അതിന് മുകളിൽ ഓരോ ലെയർ ബ്ലോക്കും വെച്ച് കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കിയ പ്ലാറ്റ്ഫോം കുറച്ച് സൈസ് അധികമാണ്, പക്ഷെ എന്നാലും നമുക്ക് ആ കില്ലിംഗ് ചേമ്പർ ഒക്കെ ബിൽഡ് ചെയ്യുമ്പോൾ ആവശ്യം വരും. പിന്നെ ഗൈസ് ഇതാണ് നമ്മുടെ മോസ്റ്റ് അനോയിങ് പാർട്ട്. നമ്മുടെ വില്ലേജറിനെ 2 വില്ലേജർമാരെ മുകളിലേക്ക് എത്തിക്കണം. ഫസ്റ്റ് തരത്തിന് എത്തിച്ചിട്ടുണ്ട്. ഇപ്പുറത്തോടെ തുറന്നേക്കന്നെ ചാടിപ്പോയി ഗൈസ്. പിന്നാലെ കുറെ നേരം നടന്ന് അങ്ങനെ ഗൈസ് നൈറ്റ് പറയുന്നത് അപ്പോഴേക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. ഞാനാണെങ്കിൽ 2 ബോട്ട് ഉണ്ടാകാൻ മറന്നു. ഇനി ബോട്ട് ഉണ്ടാക്കാൻ പോയാൽ അവൻ അപ്പോൾ ഇവിടുന്ന് ചാടിപ്പോവുകയും ചെയ്യും ഗൈസ്. പിന്നെ അവസാനം അവനത് ബോട്ടിൽ എത്തിയിട്ട് കൊണ്ടുപോവാണ്. നമുക്ക് ഈ ലൈറ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാം. ഇനി ഇവനെയും കൂടി അതിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറ്റി വിടണം. മൈൻകാട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ അവൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനത്തെ ഗൈസ് നമ്മളവരെയൊക്കെ ബ്രീഡ് ചെയ്തിട്ട് ഇതാക്കി 30 വില്ലേജസ് തികച്ചേക്ക് ഗൈസ്. നമ്മളെ ഫുള്ള് മറ്റേ ചങ്ങായിമാർ സ്പോൺ ആയിട്ടുണ്ട്. മറ്റേ ഗോളമ്മ ഒരാളെ നമ്മൾ തട്ടി നിലത്ത് കിട്ടുന്നു ഗൈസ്. സൗണ്ടാണ് ഇപ്പോൾ 2 ആൾ മാത്രമേ ഉള്ളൂ ഇതിനുള്ളിൽ. ഇവരിപ്പോ മിക്കവാറും നമ്മൾ തട്ടണം. മിക്കവാറും അല്ല, എന്തായാലും തട്ടണം, എന്നാലും നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു 3 ബ്ലോക്ക് ആയിട്ടുണ്ട്. അവരുള്ളതുകൊണ്ട് ഗൈസ് ചില സ്ഥലത്തൊന്നും ബ്ലോക്ക് പ്ലേസ് ആവണേ ഇല്ല. അപ്പൊ ഞാന് പിന്നെ ഇങ്ങനെ ട്രൈ ചെയ്തോണ്ടേ ഇരിക്കാണ്. അത് നിങ്ങൾ ചെയ്യുമ്പോ ഗൈസ് ഇവരെ 3 പേര് ഒരു ലീശിലിട്ടിട്ട് അടിയിൽ എവിടെയും കൊണ്ടുപോയിട്ട് ഇങ്ങനെ ലീശ് ചെയ്ത് കൊടുക്കുക. അമ്മമാര് വെറും സ്വരക്കല് ഗൈസ്. എന്റെ സോഡും പൊട്ടിച്ചു ഇവര്. പിന്നെ ഡയമണ്ട് പിക്കാക്സ് വെച്ചിട്ടൊക്കെ അവരെ തല്ലി കൊന്നത്. പിന്നെ ഗൈസ് നമ്മളെ കില്ലിംഗ് ചേമ്പർ ഉണ്ടാക്കാനുള്ള സമയം മുകളില് ഒരു ബ്ലോക്ക് പുറത്തേക്ക് ഇട്ടിട്ട് ഒരു വാൾ ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഗൈസ് നമ്മൾ ആ വാളങ്ങനെ നമ്മൾ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. ഫില്ലാവാറായി, ഫില്ലായിട്ടുണ്ട്. പിന്നെ ഗൈസ് ഒരു അൺലിമിറ്റഡ് വാട്ടർ സോഴ്സ് ഉണ്ടാക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ വെള്ളം ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച
ഐ തിങ്ക് ഗൈസ് ഇങ്ങനെ വെച്ചാൽ റെഡി ആവൂല. ഒരു സെറ്റ് ബ്ലോക്ക് കൂടി വെച്ച് കൊടുക്കണം. കാരണം നമുക്ക് വെള്ളം അങ്ങോട്ട് അറ്റത്തേക്ക് എത്തിക്കണം. കാരണം നമ്മൾ പോലെ നിലത്ത് കൊണ്ടിട്ടാണ് ചേമ്പർ സെറ്റ് ചെയ്യണത് ഗൈസ്. ഇതിനങ്ങനെ AFK സ്പോട്ട് ഒന്നും അടിയിൽ നിന്നാലും ഇത് ഓട്ടോമാറ്റിക്കലി വർക്ക് ആയിക്കോളും ഗൈസ്. അങ്ങനത്തെ ഒരു ഹൈറ്റിലാണ് നമ്മൾ ഇത് വെച്ചിട്ടുള്ളത്. ഒരു 7 ബ്ലോക്ക് ഹൈറ്റിൽ ആണ് നമ്മളെ പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്തിട്ടുള്ളത് വില്ലേജസിന്റെ. പിന്നത്തെ ഗൈസ് അതിന്റെ അടിയിൽ ഇത് ഒരു ബക്കറ്റ് പോലൊരു സംഭവം ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക ഗൈസ്. അപ്പൊ ഗൈസ് ഞാൻ സെറ്റ് ചെയ്തപോലെ എല്ലാം സെറ്റ് ചെയ്യേണ്ടത് ഒരു ബ്ലോക്ക് പുറത്തേക്ക് വെച്ച് കൊടുക്കണം ഗൈസ്. പിന്നെ നമ്മളാ ഒരു കുഴി രണ്ടും അങ്ങനെ കണക്ട് ചെയ്തിട്ട് നടുവിൽ ഒരു സൈൻ വെച്ച് കൊടുത്തു. പക്ഷെ ഇത് നമ്മള് ഫുട്ടേജ് നമ്മൾ എടുക്കാൻ മറന്നു. പിന്നെ ഗൈസ് അതിന്റെ ചുറ്റില് റൗണ്ടിൽ സ്ക്വയറിൽ ഇങ്ങനെ കെട്ടിയിട്ട് അടിവരെ കൊണ്ടുപോകുക ഗൈസ്. ആ സൈൻ വെച്ച് കൊടുത്ത് പിന്നെ ഗൈസ് നമ്മൾ ഇനി കില്ലിങ് ചേമ്പർ സെറ്റ് ചെയ്യേണ്ട പരിപാടിയിലാണ്. നമ്മളൊരു അയിമക്ക് ഒരു 6 ഹോപ്പർ കണക്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ആ ഒരു ചെസ്റ്റ് തുറക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഫുള്ള് ഹോപ്പറും നമ്മൾ അങ്ങോട്ടും കൊണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിൽ ലാവ സൈഡ് ബോർഡ് വെച്ചതിന് ശേഷം പിന്നെ അതിന്റെ മുകളിൽ നമ്മൾ എന്ത് വെക്കണം, മറ്റേ ക്യാമ്പ് ഫയർ വെച്ച് കൊടുക്കുക. പിന്നെ ഇത് ക്ലോസ് ചെയ്യുക ഗൈസ്. ഇതിന്റെ ഫാം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ സൈഡ് പൊളിച്ചിട്ടുണ്ട്. നമ്മളെ ഗോളംസ് ഒക്കെ ഇവിടെ വന്ന് ഓൾറെഡി ഡെഡ് ആവുന്നുണ്ട് ഗൈസ്. ഇതിപ്പോ അവരെ ആ മുകളിലവരൊക്കെ കൊന്നപ്പോ നമ്മളെ കൈ കിട്ടിയതും കൂടി നമ്മളിത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.